പഞ്ചസാര ലായനിയിലെ ലീനം ഏത്? ലീനം, ലായകം, ലായനി. സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ. ഹായ്, നമസ്കാരം. എൻ്റെ ചോദ്യപ്പെട്ടിയിലേക്ക്, സയൻസ് ചോദ്യപ്പെട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വിനു ശ്രീധർ. അപ്പോൾ ഇന്ന് 5ാം ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ, സയൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ജലം നിത്യജീവിതത്തിൽ എന്നുള്ളതാണ് ടൈറ്റിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് SCERT ചാപ്റ്ററിലെ ഓരോ പേജിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു. അതേപോലെ അഡീഷണൽ ഫാക്റ്റുകളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലെ വിവരങ്ങളാണ്. ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ആദ്യ ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ അത് കുറേ പേജുകളുണ്ട്. അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനകത്ത് അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കും, പ്രതിദിനം കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിന്റെ ഏകദേശ അളവ് എത്രയാണെന്നുള്ളതാണ്. ഒരു എന്താ പറയുക, ഒരു ഇല്ലോജിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. 1.5 ടു 2.5 ആണോ, 2.5 ടു 3.5 ആണോ, 3.5 ടു 4.5 ആണോ, 6 ടു 8 ലിറ്റർ ആണോ? പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം എത്രയാണ് അത് പറയുന്നത്? അത് 2.5 ടു 3.5 ലിറ്റർ ആണ്. അപ്പൊ ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗം എന്ന് പറഞ്ഞിട്ട് ഒരു പേജ്, ഒരു കോളത്തിൽ കൊടുക്കുന്നുണ്ട്. കുടിക്കാൻ 2.5 ടു 3.5, ഭക്ഷണം പാകം ചെയ്യാൻ 3 ടു 4 ലിറ്റർ, പാത്രം കഴുകാൻ 6 ടു 8 ലിറ്റർ. അതൊക്കെ ഡിപ്പെൻസ് ആണ് അല്ലേ. കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും 30 ലിറ്റർ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ശുചീകരണത്തിന് 50, മറ്റാവശ്യങ്ങൾക്ക് 30, ആകെ 121 ടു 125.5 ലിറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇനി കുടിക്കാനുള്ളത് ഒന്ന് ഓർത്തിരുന്നു, കാരണം അത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് 2.5 ടു 3.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതവിടെ നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അതാണ് അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യം. അവിടെ നമ്മൾ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലേക്ക് ആ ഭാഗത്ത് എക്സ്ട്രാ റീഡിങ്ങിന് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ 70% ജലമാണ്. ഒരു ദിവസം ഒരാൾക്ക് കുടിക്കാൻ ആവശ്യമായ ജലത്തിന്റെ അളവ് അയാളുടെ പ്രായം, ഭാരം, പ്രവൃത്തി, കാലാവസ്ഥ എന്നിവയെ ആശ്രയിച്ചിരിക്കും. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരേ അളവിലല്ല ജലം ആവശ്യം വരുന്നത്. കുട്ടികൾക്ക് 8 മുതൽ 12 കപ്പ് വരെ, അതായത് 2 ടു 3 ലിറ്റർ ജലം ഒരു ദിവസം ആവശ്യമാണ്. ദാഹിക്കുമ്പോൾ മതിയായ അളവിൽ വെള്ളം കുടിക്കുക എന്നതാണ് ഉചിതം. വേനൽക്കാലത്ത് വിയർപ്പിലൂടെ കൂടുതൽ വെള്ളം നഷ്ടപ്പെടുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് 2 ടു 3 ലിറ്റർ. അപ്പോൾ ഒരു ആവറേജ് കണക്ക് 2.5 ടു 3.5 എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. ഇത് പക്ഷേ കറക്റ്റായിട്ടുള്ള അളവാണ്. മനുഷ്യ ശരീരത്തിലെ തലച്ചോറിലെ ജലത്തിൻ്റെ ഏകദേശ അളവ്. ഇപ്പം മനുഷ്യൻ്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിൽ 75%, 85%, 94%, 73%. മനുഷ്യ ശരീരത്തിലെ തലച്ചോറിലെ ജലത്തിൻ്റെ ഏകദേശ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 73%. ഓപ്ഷൻ ഡി 73%. ഇങ്ങനൊരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ 70% മൊത്തത്തിൽ നോക്കിയാൽ ജലമാണെന്ന് നമ്മൾ പറഞ്ഞു. തലച്ചോറിന്റെ 73% ജലമാണ്. രക്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 94% ജലമാണ്. വൃക്കയിലെ 79% ജലമാണ്. പേശികളുടെ 75% ജലമാണ്. ഹൃദയത്തിന്റെ 75% ജലമാണ്. ശ്വാസകോശത്തിൽ 83% ജലമാണ്. അസ്ഥികളാണ് താരതമ്യേന കുറവ്, 31%. അപ്പൊ ഈ ഒരു ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ചോദിക്കാം, SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അളവാണ്. തലച്ചോറിലെ ജലത്തിന്റെ അളവ് എത്ര, അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ ജലത്തിന്റെ അളവ് എത്ര, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്ന ഒരു പോയിന്റ് തന്നെയായിട്ട് നമുക്കതിനെ കാണാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്ന മാർഗമാണ്. നല്ല ചോദ്യമാണ്. ഹയർ ലെവലിൽ ചെല്ലുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ലീച്ചിങ്, ഓസ്മോസിസ്, ഡിസ്റ്റിലേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്. ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്ന മാർഗത്തെ അറിയപ്പെടുന്ന പേര് എന്ത് എന്നുള്ളതാണ്. അത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. നിങ്ങൾ ഡിസ്റ്റിലേഷൻ ഒന്നും എഴുതി വെക്കരുത്, വേറെ സാധനമാണ്. റിവേഴ്സ് ഓസ്മോസിസ് ആണ്. ഈ റിവേഴ്സ് ഓസ്മോസിനെ കുറിച്ച് സഹായ വിവരങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ റിവേഴ്സ് ഓസ്മോസിസ്. ആ ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കടൽ ജലത്തെ ശുദ്ധീകരിച്ച് എന്ന് പറയുമ്പോഴാണ് മോസ്റ്റ് കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പോൾ കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്ന മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇത് വിവിധ ഘട്ടങ്ങളിലുള്ള ഒരു പ്രവർത്തനമാണ്. ലയിച്ചു ചേർന്ന ലവണങ്ങൾ ഒഴിച്ചുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യലാണ് ആദ്യ ഘട്ടം. പിന്നീട് മർദ്ദം ഉപയോഗിച്ച് ഉപ്പുവെള്ളത്തെ ഒരു അർദ്ധധാര്യ വസ്തുവിലൂടെ കടത്തിവിട്ട്, അർദ്ധധാര്യം പകുതി ഒരു സൈഡിലേക്ക് മാത്രം കടത്തിവിടുന്ന പരിപാടി, ലവണങ്ങളെ വേർതിരിക്കും. അങ്ങനെ ലഭിക്കുന്ന ശുദ്ധജലത്തിൽ ലവണങ്ങൾ, ഹെവി മെറ്റൽ, സൂക്ഷ്മജീവികൾ എന്നിവ ഉണ്ടാവില്ല. ഇതിന്റെ pH ക്രമീകരിച്ച ശേഷം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്ന മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്നുള്ളത് മാത്രം അവിടെ ഓർത്തിരുന്നാൽ മതി. അതാണ് അവിടുത്തെ പോയിന്റ്, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ്. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ അളവ് എത്രയാണ്? ഞാൻ ഓൾറെഡി അത് കാണിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഇപ്പം കിട്ടും. 70 ആണോ, 72 ആണോ, 84 ആണോ, 60 ആണോ? മനുഷ്യ ശരീരത്തിലെ ഏകദേശ അളവ് എന്ന് പറയുന്നത് 70% ജലമായിട്ടാണ് നമ്മൾ പറയുന്നത്. 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ ധർമ്മങ്ങളിൽ പെടുന്നത് ഏത്?
മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന്, സന്ധികളിൽ കർഷണം കുറയ്ക്കുന്നതിന്, പോഷക ഘടകങ്ങളെ കോശത്തിൽ എത്തിക്കുന്നതിന്. 1 3 1 2 1 2 3 3 മാത്രം. അപ്പൊ ഏതൊക്കെയാണ് മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ ധർമ്മങ്ങളിൽ പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അവിടെ 1 2 3 ഉണ്ട്. അത് നമ്മുടെ സഹായ വിവരങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ ധർമ്മങ്ങളായിട്ട് പറയുന്നതിൽ മാലിന്യങ്ങൾ പുറന്തള്ളാനും, ശരീരതാപം നിയന്ത്രിക്കാനും, പോഷകഘടകങ്ങൾ കോശത്തിൽ എത്തിക്കുന്നതിനും, സന്ധികളിൽ കർഷണം കുറയ്ക്കുന്നതിനും, ഇന്ദ്രിയങ്ങളെ ഈർപ്പമുള്ളതാക്കി സംരക്ഷിക്കുന്നതിനുമൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രീതിയിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ ധർമ്മങ്ങളിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കാം. മനുഷ്യനെയും മറ്റ് സസ്തനികളുടെയും കുടലിൽ കാണുന്ന ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ, ഈകോളി, അമീബ, ലാക്ടോബാസിലസ്. മനുഷ്യരിലെയും മറ്റ് സസ്തനികളിലെയും കുടലിൽ കാണുന്ന ബാക്ടീരിയ ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ അഡീഷണൽ ഇൻഫർമേഷനിലുണ്ട്. അവിടെ വ്യത്യസ്ത ഗുണനിലവാരമുള്ള വെള്ളമാണ് നമ്മൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് നിർദ്ദേശിച്ചുള്ള പ്രകാരമായിരിക്കണം. മനുഷ്യന്റെയും മറ്റ് സസ്തനികളുടെയും കുടലിൽ കാണപ്പെടുന്ന കോളിഫോം വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഈ കോളി. ഘനലോഹങ്ങൾ മെർക്കുറി, ലെഡ്, കാഡ്മിയം, ആഴ്സനിക് മുതലായ നാഡീവ്യൂഹത്തെയും ആന്തര അവയവങ്ങളെയും ദോഷകരമായിട്ട് ബാധിക്കും. ഈ പോയിന്റ്സ് ഒക്കെ എക്സ്ട്രാ പോയിന്റിനകത്ത് ഉണ്ട്. അപ്പോൾ അത് അധ്യാപക സഹായിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈക്കോളി ബാക്ടീരിയ ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത്, രക്തത്തിലെ ജലത്തിന്റെ ഏകദേശ അളവ് എത്രയാണ്? രക്തത്തിലെ ജലത്തിന്റെ ഏകദേശ അളവ് നമ്മൾ നേരത്തെ കണ്ട ഫിഗറിനകത്താണ് ആ ക്വസ്റ്റ്യൻ വീണ്ടും വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് രക്തത്തിൽ 94% ഈ പറയുന്ന രീതിയിൽ വെള്ളമാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇതാണ് അവിടെ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ജലത്തിൽ ഡാഷ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. ജലത്തിൽ ഡാഷ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. O2, CO2, CaH2. ഓക്സിജൻ ആണോ, കാർബൺ ഡയോക്സൈഡ് ആണോ, കാൽസ്യം ആണോ, ഹൈഡ്രജൻ ആണോ? വളരെ സിമ്പിൾ ആണ്. കാർബോണിക് ആസിഡ് എന്ന് അതിനെ വിളിക്കുന്നത് തന്നെ. അപ്പൊ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നിടത്തേക്ക് വരുന്ന സമയത്ത് അത് കാർബൺ ഡയോക്സൈഡ് ആണ്, CO2 ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പോ സോഡാ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നതുകൊണ്ടാണ് കുമിളകൾ വരുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ആണ് ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് ലയിപ്പിച്ചിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. കാർബോണിക് ആസിഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സോഡ വാട്ടറിലുള്ള ആസിഡ് ഏതാണെങ്കിൽ സോഡ എന്ന് പറയുന്ന ഏത് ആസിഡാണെന്ന് ചോദിച്ചാൽ കാർബോണിക് ആസിഡ് ആണ്. ഹയർ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ ആസിഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അത് പഠിക്കുന്നുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാൽ, ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾക്ക് ജലത്തെ അപേക്ഷിച്ച് സാന്ദ്രത കൂടുതലാണ്, കുറവാണ്, 0 ആണ്, ഇവയൊന്നുമല്ല. അപ്പൊ ഒരു മെറ്റീരിയലിന് ജലത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ അത് മുങ്ങിപ്പോവും. ജലത്തിൻ്റെക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ അത് പൊങ്ങിക്കിടക്കും. വളരെ സിമ്പിളാണ്. ഓപ്ഷൻ ബി കുറവ് എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അങ്ങനെയാണ് അടുത്ത ചോദ്യം നോക്കി. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട്, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതുകൊണ്ട്, വ്യാപ്തം വളരെ കൂടുതലായതുകൊണ്ട്, വ്യാപ്തം വളരെ കുറവായതിനാൽ. എന്താണ്? ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 5ാം ക്ലാസ്സിലെ ലെവലിൽ പഠിക്കുന്ന സാധനമാണ്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം അവിടെ വ്യാപ്തം വളരെ കൂടുതലായതുകൊണ്ടാണ്. ഓപ്ഷൻ സി ആണ്, വ്യാപ്തം വളരെ കൂടുതലായതിനാലാണ്. അപ്പൊ എന്താ അവിടെ സഹായ വിവരങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ടുമുണ്ട്. വസ്തുക്കൾ ജലത്തിൽ മുങ്ങുന്നതും പൊങ്ങുന്നതും അവയുടെ സാന്ദ്രതയുമായി ബന്ധമുണ്ട്. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾ ജലത്തേക്കാൾ സാന്ദ്രത കുറവായിരിക്കും. അതാണ് ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടത്. ജലത്തിൽ മുങ്ങിപ്പോകുന്നതൊക്കെ ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കും. എന്നാൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കപ്പൽ, ബോട്ട് എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം അവയുടെ വ്യാപ്തം വളരെ കൂടുതലാണ്. കപ്പൽ ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരം കപ്പലിന്റെ ഭാരത്തേക്കാൾ കൂടുതലായിരിക്കും. ഇതാണ് അതിനകത്തെ കാര്യം. പിന്നീട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ബോയിൻ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വലിയ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഡെൻസിറ്റി, അതുപോലെ തന്നെ ആ വോളിയൊക്കെ എങ്ങനെയാണ് അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെന്ന് അറിയാനായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൽ ലയിക്കാത്തത് ഏത്? ജലത്തിൽ ലയിക്കാത്തത് വിനാഗിരി, തുരിശ്, വെളിച്ചെണ്ണ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇപ്പം ജലം എന്ന് പറയുന്നൊരു യൂണിവേഴ്സൽ സോൾവെന്റ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. സൊല്യൂട്ട് സോൾവെന്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആ ടേം തന്നെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ജലത്തിൽ ലയിക്കുന്നവ ലയിക്കാത്തവ എന്ന് പറഞ്ഞൊരു പട്ടിക നമുക്ക് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ കാണാൻ പറ്റും. അതിൽ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കാത്തതാണ്. ബാക്കിയൊക്കെ നോക്കിയേ, വിനാഗിരി, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ ആ ലയിക്കുന്ന ലിസ്റ്റിലുണ്ട്. പഞ്ചസാര ലയിക്കും, ഉപ്പ് ലയിക്കും, വിനാഗിരി ലയിക്കും, അപ്പക്കാരൻ ലയിക്കും, സോപ്പ് പൊടി ലയിക്കും, തുരിശ് ലയിക്കും, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലയിക്കും. പക്ഷെ വെളിച്ചെണ്ണ, മണ്ണെണ്ണ, കർപ്പൂരം, മെഴുക് പോലുള്ള സാധനങ്ങളൊന്നും ജലത്തിൽ ലയിക്കില്ല. അത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ നിന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ്. ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. CO2 കാർബൺ ഡയോക്സൈഡ് ജലവുമായി ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ആസിഡ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അത് സോഡാ വാട്ടറിനകത്ത് ഏതാണെന്ന് പറഞ്ഞ പോലെ അവിടെ ആ ടേം ഞാൻ ഉപയോഗിച്ചായിരുന്നു. HCl ആണോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ? അല്ല,
കാർബൺ ആസിഡ് ആണോ, കാർബോണിക് ആസിഡ് ആണോ? ഇവയൊന്നുമല്ല. ഏതാണ്? CO2 ജലത്തിൽ ലയിക്കുമ്പോൾ കാർബോണിക് ആസിഡ് ഉണ്ടാവും. അപ്പൊ സോഡാക്കുപ്പി തുറക്കുന്ന സമയത്ത് മർദ്ദം കുറയുകയും ഉന്നത മർദ്ദത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുകയും ചെയ്യും. ഇത് സോഡ തുറക്കുമ്പോൾ കുമിള ഉണ്ടാകുന്നതിന് കാരണമായിട്ട് നമ്മൾ പറയുന്ന ഇതാണ്. സോഡ വെള്ളത്തിന്റെ ചെറിയ പുളിക്കിപ്പിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി ചേർന്നുണ്ടാകുന്ന കാർബോണിക് ആസിഡ് എന്ന പദാർത്ഥമാണ്. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. ഹയർ ക്ലാസ്സുകൾ ആസിഡിന്റെ കാര്യം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ കാർബോണിക് ആസിഡ്, അതാണ് സോഡ വാട്ടർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ഓർത്തിരുന്നു ക്വസ്റ്റ്യൻ ആണ്. പഞ്ചസാര ലായനിയിലെ ലീനം ഏത്? ലീനം, ലായകം, ലായനി. സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ. സൊല്യൂട്ട് സോൾവെന്റിൽ ലയിച്ച് സൊല്യൂഷൻ ഉണ്ടാവുന്നു. ലീനം ലായനിയിൽ ലയിച്ച് ലായകം ഉണ്ടാവുന്നു. അപ്പൊ പഞ്ചസാര ലായനി എന്ന് പറയുമ്പോൾ അവിടെ പഞ്ചസാരയാണോ ജലമാണോ അത് രണ്ടുമാണോ? അത് ഇവയൊന്നുമല്ല. ലീനം ഏതാണ്? അവിടെ പഞ്ചസാരയാണ് ലീനം. ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് നമ്മൾ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് വിളിക്കുന്നത്. ഇത് എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം, സോൾവെന്റ് എന്ന് വിളിക്കും. ലീനം ലായകത്തിൽ ലയിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ അഥവാ ലായനി കിട്ടുക. ഇപ്പൊ പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. സോഡയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലീനവും വെള്ളം ലായകവുമാണ്. തുരിശിൽ ലായനിയിൽ തുരിശാണ് ലീനം, വെള്ളം ലായകമാണ്. നേർപ്പിച്ച വിനാഗിരി ലീനവും വെള്ളം ലായകവുമാണ്. അപ്പൊ ഇത് നല്ലൊരു ചോദ്യമായിട്ട് ചോദിക്കാം. ജനറലി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇൻഫർമേഷൻ തന്നെയുള്ളതാണ്. പഠിച്ചു വെക്കണം, ഇപ്പൊ തന്നെ പഠിച്ച് തീർത്ത് വെക്കണം ഈ കാര്യങ്ങളും. ഇനി അവിടെ ലായനികൾ പലതരത്തിലുണ്ട്. ഖരം ദ്രാവകത്തിൽ ലയിച്ച് ഉണ്ടാവുന്നതാണ് ഉപ്പുവെള്ളം പോലുള്ള സാധനം. ഉപ്പ് ഖരമാണ്, അത് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉപ്പുവെള്ളം ഉണ്ട്, അത് ഖരം ദ്രാവകത്തിൽ ലയിക്കുന്നതിനുള്ളതാണ്. സോഡാ വെള്ളം അല്ലെങ്കിൽ സോഡാ വാട്ടർ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വാതകം ദ്രാവകത്തിൽ ലയിക്കുക. CO2 വെള്ളത്തിൽ ലയിച്ചാണ് അത് ഉണ്ടാകുന്നത്. രണ്ട് ദ്രാവകങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ വിനാഗിരിയും ജലവും എക്സാമ്പിൾ ആണ്. രണ്ട് ഖരവസ്തുക്കൾ ലയിപ്പിക്കുന്നത് എങ്ങനെയാ? അത് നല്ലൊരു ചോദ്യമാണ്. ലോഹങ്ങൾ ഉരുക്കി ഉണ്ടാക്കുന്ന ലോഹ സങ്കരങ്ങൾ ഇത്തരത്തില് ഈ രണ്ട് ഖരവസ്തുക്കൾ ലയിച്ചുണ്ടാകുന്ന ലായനിക്ക് ഉദാഹരണമാണ്. ഇപ്പൊ സ്വർണം, സ്റ്റെയിൻലെസ് സ്റ്റീല്, പിച്ചള എന്നതൊക്കെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കും. സ്വർണം പക്ഷെ അതിനകത്ത് വരുത്താൻ പറ്റില്ല, നമുക്ക് പിച്ചളയൊക്കെയാണ് അതിനകത്ത് വരുന്നത്. സ്റ്റീല് അതൊക്കെ കറക്റ്റാണ്. സ്വർണ്ണം അതിനകത്ത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട, കാരണം അത് വേറെ സാധനമാണ്, മെറ്റലിനകത്ത് തന്നെ വരുന്നത്. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അതുകൊണ്ടാണ് അത് വേണ്ട. സ്വർണ്ണത്തിനകത്ത് വേറെ പല സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമുണ്ട്, അത് വേറെ, അത് നോക്കണ്ട. ഇപ്പോൾ നിങ്ങളത് ജസ്റ്റ് അവിടെ അത് മാറ്റിക്കോ, അത് അല്ലെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. സാർവിക ലായകം എന്നറിയപ്പെടുന്നു, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് അറിയപ്പെടുന്ന ആരാ? തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു ജലം, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, അക്വറി, ജല, ആരാണ് സാർവിക ലായകം എന്ന് പറയുന്നത്? ജലമാണ് എന്നുള്ള ഓർത്തിരിക്കുക. ജലത്തിന്റെ സാർവിക ലായക ഗുണത്തിന് കാരണം എന്താ? ജലതന്മാത്രകളുടെ ആകർഷണം, ജലതന്മാത്രകളുടെ ധ്രുവത, ജലതന്മാത്രകളുടെ അഡ്ഹിഷൻ, ജലതന്മാത്രകളുടെ രാസപ്രവർത്തനം. അത് നല്ല ചോദ്യമാണ്. കാരണം എല്ലാവരും പഠിച്ചിരിക്കുന്നത് ജലം യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്, സാർവിക ലായകമാണ്, എല്ലാത്തിനും അതിൽ ലയിപ്പിക്കാൻ പറ്റും. അത് എന്തുകൊണ്ടാ? ജലതന്മാത്രകളുടെ ആകർഷണം കൊണ്ടാണോ? ജലതന്മാത്രകളുടെ ധ്രുവത എന്ന് പറഞ്ഞാൽ പൊളാരിറ്റി, അഡ്ഹിഷനും കൊഹിഷനും പഠിക്കും. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്ഷൻ, അഡ്ഹിഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്ഷൻ, ജലതന്മാത്രകളുടെ രാസപ്രവർത്തനം. ഇതിൽ ഏതായിരിക്കും? തീർച്ചയായിട്ടും ജലതന്മാത്രകളുടെ ധ്രുവത അഥവാ പൊളാരിറ്റിയാണ്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്, അതിനാൽ അതിനെ ജലത്തെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയും. ജലത്തിന്റെ സാർവിക ലായക ഗുണത്തിന് കാരണം ജലതന്മാത്രയുടെ പൊളാരിറ്റിയാണ്. ജലതന്മാത്രയിലെ ഹൈഡ്രജൻ ആറ്റം ഭാഗികമായി പോസിറ്റീവ് ചാർജും ഓക്സിജൻ ആറ്റം ഭാഗികമായി നെഗറ്റീവ് ചാർജും കാണിക്കുന്നു. നല്ല ചോദ്യമാണ്. H2O H2 പോസിറ്റീവ് ചാർജും O2 എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും കാണിക്കും. ജലതന്മാത്രയുടെ ഒരഗ്രം പോസിറ്റീവും മറ്റേ അഗ്രം നെഗറ്റീവും ആയിരിക്കും. ഇതുമൂലം വൈവിധ്യമാർന്ന പദാർത്ഥങ്ങളെ ജലത്തിൽ ലയിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പൊളാരിറ്റിയാണ് അതിന് കാരണം. ഓർത്തോണം, പോസിറ്റീവ് ചാർജുള്ള H2 ഭാഗം, നെഗറ്റീവ് ചാർജുള്ള ഓക്സിജൻ ഭാഗം ഉണ്ട് എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തൊരു ചോദ്യം, ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്ന ഡാഷ് എന്ന് പറയുന്നു. ഉത്പതനം, ഉരുകൽ, ഡിഫ്യൂഷൻ, ബാഷ്പീകരണം. നല്ല ചോദ്യ. സർഫസിൽ നിന്ന് പോകുന്നത് എന്താ അതിന് പറയാ? ബാഷ്പീകരണമാണ്. അങ്ങനെ ബാഷ്പീകരിച്ച് പോകുന്നല്ലേ പിന്നെ പോയിട്ട് നീരാവിയായിട്ട് കണ്ടൻസേഷൻ വഴി തിരിച്ചു വരുന്നത്. നല്ല ചോദ്യമാണ്. ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബാഷ്പീകരണം എന്ന് വിളിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏകപദാർത്ഥം. എഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിൽ അല്ലേ നമുക്കറിയാം ആരാ? വെള്ളം, അതുപോലെ നമ്മുടെ നീരാവി, ഐസ്, ഈ മൂന്ന് രീതിയിലും കാണുന്നുണ്ട്. ജലമാണ് അല്ലെ. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ ചെറുകണികൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ വേപ്പറൈസേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്നവസ്ഥയിലും പ്രകൃതിദത്തമായി കാണുന്ന ഏകപദാർത്ഥം ജലമാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ
ടെക്സ്റ്റിൽ ആ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ട്. അടുത്തൊരു ചോദ്യം നോക്കൂ, ഭൂമിയിൽ ആകെയുള്ള ജലത്തിന്റെ എത്ര ശതമാനമാണ് ഭൂഗർഭജലം? ഭൂമിയിലെ മൊത്തം ജലം നോക്കിയാൽ അതിൽ എത്ര ശതമാനമാണ് ഭൂഗർഭജലം? നല്ല ചോദ്യമാണ്. 39, 70, 21, 31. തീർച്ചയായിട്ടും 31% അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഭൂമിയിൽ ആകെയുള്ള ശുദ്ധജലത്തിന്റെ 31% ഭൂഗർഭജലമാണ്. മഴ പെയ്തും മഞ്ഞുരുകിയും ഉണ്ടാകുന്ന വെള്ളത്തിന്റെ ഒരു ഭാഗം മണ്ണിലൂടെയും പാറയിലൂടെയും ഭൂമിയിലേക്ക് കിനിഞ്ഞ് ഇറങ്ങി രൂപപ്പെടുത്തുന്നതാണ് ഭൂഗർഭജലം. അമിത ജലഖനനം ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കും. 31% ഭൂഗർഭജലമാണ്, നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഭൂമിയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് മൊത്തത്തിൽ നോക്കിയാൽ ശുദ്ധജലം എത്രയുണ്ട് എന്നുള്ളതാണ് അടുത്ത സാധനം. 97, 3, 30, 42. എത്ര ശതമാനമാണ്? മൊത്തത്തിൽ 3% മാത്രമാണ് നമുക്ക് ശുദ്ധജലമായിട്ട് എടുക്കാനായിട്ടുള്ളത്, അല്ലെ? കടല്, ഉപ്പ് ജല തടാകങ്ങൾ എന്നിവ ഒഴികെ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടില്ലാത്ത ജലസ്രോതസ്സുകളെയാണ് നമ്മൾ ശുദ്ധ ജലസ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ ആകെയുള്ള ജലത്തിന്റെ 97% ഉപ്പുവെള്ളമാണ്. ഇത് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും നേരിട്ട് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഭൂമിയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് 3% മാത്രമാണ്. ഇതിൽ 68.7% ഹിമാനികൾ. അതായത് ഈ 3%, 97% ഉപ്പുവെള്ളം, ബാക്കി 3% ശുദ്ധജലമാണ്. ആ 3%-ൽ 68.7% ഹിമാനിയും മഞ്ഞുമലകളും ആയിട്ടാണ് കാണപ്പെടുന്നത്. 30% ശുദ്ധജലം ഭൂമിക്ക് ഉള്ളിൽ സംഭരിച്ചു വയ്ക്കുന്നു. ബാക്കി വരുന്ന 1.3% ആണ് നദികൾ, തടാകങ്ങൾ, അരുവികൾ, ചതുപ്പുകൾ, അന്തരീക്ഷം, മണ്ണ്, ജീവജാലങ്ങൾ എന്നിവയിലായി കാണപ്പെടുന്നത്. ഭൂമിയിൽ ആകെയുള്ള ശുദ്ധജലത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ ഉപയോഗത്തിന് ലഭിക്കുന്നത്. പരിമിതമായ ഈ ശുദ്ധജലത്തെ മലിനമാക്കാതെ സംരക്ഷിച്ച് ഉപയോഗിക്കണം എന്ന ധാരണ കുട്ടികൾ രൂപപ്പെടുത്താൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് അവിടുത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി, പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. അവിടെ ആ പെർസെന്റേജുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മൊത്തം ഉള്ളതിന്റെ 97% ഉപ്പുകളാണ്, 3% പ്യുവർ വാട്ടർ ഉള്ളത്. അതിൽ 68.7% മഞ്ഞുമലകളും ഹിമാനികളുമാണ്. 30% ഭൂമിക്ക് അടിയിലാണ്. 1.3% മാത്രമാണ് നമ്മൾ ഈ കാണുന്ന നദികൾ, തടാകങ്ങൾ, അരുവികൾ, ചതുപ്പുകൾ, അന്തരീക്ഷം, മണ്ണ്, ജീവജാലങ്ങളുള്ളതൊക്കെ ആയിട്ട് ഉള്ള പെർസെന്റേജ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ജലവുമായിട്ട് ബന്ധപ്പെട്ട ആ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. തീർച്ചയായിട്ടും അടുത്ത ചാപ്റ്ററിൽ വീണ്ടും പുതിയ ടോപ്പിക്കുകളായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും, കൂടുതൽ ചോദ്യങ്ങളായിട്ട് കാണുന്നതായിരിക്കും. യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യണം. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.